ഹായ് ഹലോ. ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ഒന്നാം ഘട്ടം മെയ് 2-നാണെന്നറിയാം. അതുപോലെ തന്നെ രണ്ടാം ഘട്ടം മെയ് 16-നും. അപ്പോൾ നന്നായിട്ട് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് കരുതുന്ന മൂന്നാം ഘട്ടം ജൂൺ മാസത്തിലാണ്. അപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നന്നായിട്ട് എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഏപ്രിൽ 2026 ആനുകാലിക വിവരങ്ങളാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് കേട്ട് കണ്ട് മനസ്സിലാക്കുക. എല്ലാവരും ഒന്നാം ഘട്ടത്തിലേക്ക് എക്സാം എഴുതാൻ പോകുന്നവരെല്ലാം ഹോൾ ടിക്കറ്റൊക്കെ ഡൗൺലോഡ് ചെയ്തു എന്ന് കരുതുന്നു. എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കുറേയധികം വസ്തുതകൾ 2026 ഏപ്രിൽ മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേതാണ് വിദ്യാർത്ഥികളെ ഉത്തരവാദിത്തമുള്ള മികച്ച പൗരന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ്. നമ്മൾ ഓരോ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികളൊക്കെ സാധാരണ ആരോഗ്യക്ഷേമ പദ്ധതികളൊക്കെ ചോദിക്കാറുണ്ട് എക്സാമിന്, അല്ലേ? അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് ചുവട് എന്ന് പറയുന്നത്. എന്താണ് ഈ ചുവട് എന്ന് പറയുന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്? വിദ്യാർത്ഥികളെ ഉത്തരവാദിത്തമുള്ള മികച്ച പൗരന്മാരാക്കുക. വിദ്യാർത്ഥികളെ ഉത്തരവാദിത്തമുള്ള മികച്ച പൗരന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ചുവട് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം 2025 സരസ്വതി സമ്മാൻ പുരസ്കാരമൊക്കെ പ്രഖ്യാപിച്ചു എന്നുള്ളത്. ഈ 2025 35ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരമാണ്. ഈ 35ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം സ്വന്തമാക്കിയത് പ്രമുഖ ബംഗാളി സാഹിത്യകാരനായ രാംകുമാർ മുഖോപാധ്യായയാണ്. ആരാണ്? രാംകുമാർ മുഖോപാധ്യായയാണ്. 2025 35ാമത് സരസ്വതി സമ്മാൻ സ്വന്തമാക്കിയ പ്രമുഖ ബംഗാളി സാഹിത്യകാരനാണ് രാംകുമാർ മുഖോപാധ്യായ. ഓക്കെ, ഒരു നോവലുണ്ട്. ആ നോവലിന്റെ പേര് ഹാരാ പർബാതി കഥ. ഹാരാ പർബാതി കഥ എന്ന് പറയുന്ന ബംഗാളി നോവൽ. അദ്ദേഹത്തിന്റെ പ്രമുഖമായ നോവലാണ് ഹാരാ പർബാതി കഥ. കറണ്ട് അഫേഴ്സ് വിഭാഗത്തില് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ ഉൾപ്പെടാം. 2025 സരസ്വതി സമ്മാൻ പ്രശസ്ത ബംഗാളി എഴുത്തുകാരനായ രാംകുമാർ മുഖോപാധ്യായക്കാണ് ലഭിച്ചത്. രാംകുമാർ മുഖോപാധ്യായക്കാണ് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ ഹരപാർവതി കഥ ബംഗാളി നോവലാണ്. എന്താണ്? ഹരപാർവതി കഥ എന്ന നോവലിനാണ്. ആരുടെയാണ്? രാംകുമാർ മുഖോപാധ്യായയുടെ ഹരപാർവതി കഥ എന്ന് പറയുന്ന ബംഗാളി നോവലിനാണ് 35ാമത് സരസ്വതി സമ്മാൻ അവാർഡ്, അതായത് 2025 സരസ്വതി സമ്മാൻ അവാർഡ് കരസ്ഥമാക്കാനായിട്ട് കഴിഞ്ഞത്. രാംകുമാർ മുഖോപാധ്യായ ബംഗാളി സാഹിത്യകാരനാണ്. ഹരപാർവതി കഥ 2020 അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നോവലായ ഹരപാർവതി കഥ. ഈ പാർവതി കഥയ്ക്ക് 2020 അദ്ദേഹം അത് പ്രസിദ്ധീകരിച്ചത്. അതിനാണ് 2025 35ാമത് സരസ്വതി സമ്മാൻ കരസ്ഥമാക്കാൻ കഴിഞ്ഞത്. ഇന്ത്യൻ പുരാണങ്ങളിലെ ശിവപാർവതി കഥയെ അടിസ്ഥാനമാക്കി ആധുനിക പശ്ചാത്തലത്തിൽ പുനരാഖ്യാനം ചെയ്യുന്നതാണ് ഈ കൃതി. ഈ ഹരപാർവതി കഥ എന്നുള്ളത് എന്താണ്? ഇന്ത്യൻ പുരാണങ്ങളിലെ ശിവപാർവതി കഥയെ ആധുനിക പശ്ചാത്തലത്തിൽ പുനരാഖ്യാനം ചെയ്യുന്ന രീതിയിലാണ് ഈ കൃതി രചിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സരസ്വതി സമ്മാന്റെ സമ്മാന തുകയൊക്കെ അറിഞ്ഞിരിക്കണം. 15 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവുമാണ്. അപ്പോൾ 2025 ബംഗാളി സാഹിത്യകാരനായ രാംകുമാർ മുഖോപാധ്യായക്കാണ് ലഭിച്ചത്. ഹരപാർവതി കഥ എന്ന് പറയുന്ന 2020 പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ നോവലിനാണ് 2025 35ാമത് സരസ്വതി സമ്മാൻ കരസ്ഥമാക്കാനായിട്ട് കഴിഞ്ഞത്. 2024 പ്രശസ്ത സംസ്കൃത പണ്ഡിതനായ ഓർത്തിരിക്കണം സാധു ഭദ്രേഷ് ദാസ്. 2024 പ്രശസ്ത സംസ്കൃത പണ്ഡിതനായ സാധു ഭദ്രേഷ് ദാസിനായിരുന്നു എന്ത് കിട്ടിയത്? 2024 34ാമത്. പഠിക്കാൻ എളുപ്പമുണ്ട്. 2025 35, 2024 34ാമത്
അപ്പോൾ 2024 34ാമത് സരസ്വതി സമ്മാൻ കരസ്ഥമാക്കിയത് പ്രശസ്ത സംസ്കൃത പണ്ഡിതനായ സാധു ഭദ്രേഷ് ദാസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ സിദ്ധാന്തസുധ, സ്വാമിനാരായണ സിദ്ധാന്തസുധ എന്ന് പറയുന്ന കൃതിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്താണ് സ്വാമിനാരായണ സിദ്ധാന്തസുധ? ഇനി അതുപോലെ മലയാളിക്ക് 2023 നമുക്കറിയാം പ്രശസ്തനായ മലയാളി കവിയായ പ്രഭാവർമ്മ. ഈ പ്രഭാവർമ്മയ്ക്കാണ് 33ാമത് 2023 സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത്. പ്രഭാവർമ്മയുടെ കൃതികളൊക്കെ നിങ്ങൾക്കറിയാലോ. അതിലെ പ്രശസ്തമായ ഒരു കൃതിക്കാണ് ലഭിച്ചത്. ഇതിനാണ് രൗദ്രം സാത്വികം. കേട്ടില്ലേ? രൗദ്ര സാത്വികം എന്നുള്ളത്. അപ്പോൾ ഈ പുരസ്കാരം, ഈ സരസ്വതി സമ്മാൻ പുരസ്കാരം ഏർപ്പെടുത്തിയത് ആരാടെ? ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ സാഹിത്യ ബഹുമതികളിൽ ഒന്നാണ് സരസ്വതി സമ്മാൻ. ഇത് ഏർപ്പെടുത്തിയത് KK ബിർള ഫൗണ്ടേഷനാണ്. ആരാണ്? KK ബിർള ഫൗണ്ടേഷനാണ് സരസ്വതി സമ്മാൻ ഏർപ്പെടുത്തിയത്. ഇനി അതുപോലെ തന്നെ സരസ്വതി സമ്മാൻ നേടിയ മലയാളികളെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കണം. മലയാള സാഹിത്യത്തിന് ഇതുവരെ 4 തവണയാണ് സരസ്വതി സമ്മാൻ ലഭിച്ചിട്ടുള്ളത്. 4 തവണ. ആദ്യമായിട്ട് ലഭിക്കുന്നത് ബാലാമണിയമ്മയ്ക്കാണ്. 1995 ബാലാമണിയമ്മയുടെ നൈവേദ്യം എന്ന കവിതാ സമാഹാരത്തിന്, ബാലാമണിയമ്മയുടെ നൈവേദ്യം എന്ന കവിതാ സമാഹാരത്തിനാണ് 1995 മലയാളത്തിലേക്ക് ആദ്യമായിട്ട് സരസ്വതി സമ്മാൻ പുരസ്കാരം എത്തുന്നത്. 10 വർഷങ്ങൾക്ക് ശേഷം 2005 കെ അയ്യപ്പ പണിക്കരുടെ കൃതികൾ എന്ന കവിതാ സമാഹാരത്തിലൂടെയാണ് അയ്യപ്പ പണിക്കർക്ക് എന്ത് ലഭിച്ചത്? 2005 സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? നന്നായിട്ട് കേട്ടിരുന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യനൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് തീർച്ചയായും പറ്റും. ഒരു മാർക്കൊക്കെ മേടിക്കാം അല്ലേ? അത് കഴിഞ്ഞിട്ട് 2012 നമ്മുടെ സുഗതകുമാരിക്ക് മണലെഴുത്ത് എന്ന കവിതാ സമാഹാരത്തിന് സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചു. സുഗതകുമാരിക്ക് ഏതിനാട്? മണലെഴുത്ത് എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിന്. പിന്നീട് അവസാനമായിട്ട് ലഭിച്ചത് 2023 33ാമത് സരസ്വതി സമ്മാൻ പുരസ്കാരം നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയില്ലേ? ആർക്കാടെ കിട്ടിയ പറഞ്ഞേ? രൗദ്രസാത്വികം എന്ന കാവ്യ നോവലായ രചിച്ച പ്രഭാവർമ്മയ്ക്കാണ് ഏറ്റവും ഒടുവിലായിട്ട് സരസ്വതി സമ്മാൻ മലയാളത്തിൽ സ്വന്തമാക്കാനായിട്ട് കഴിഞ്ഞത്. ഇനി നമ്മൾ ഈ രാംകുമാർ മുഖോപാധ്യായക്കാണല്ലോ 2025 സരസ്വതി സമ്മാൻ പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ കൃതികൾ അറിഞ്ഞിരിക്കണ എക്സാമിന് സ്റ്റേറ്റ്മെന്റിലൊക്കെ ഒരു പക്ഷേ ഉൾപ്പെടാം. ഓക്കെ, രാംകുമാർ മുഖോപാധ്യായയുടെ പ്രധാന കൃതികള് ഇപ്പൊ പറഞ്ഞു. 2020 പുറത്തിറങ്ങിയ 2025 സരസ്വതി സമ്മാൻ നേടിക്കൊടുത്ത ഹരപാർവതി കഥ എന്നുള്ള. പിന്നെ മറ്റൊന്ന് പ്രശസ്തമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു നോവലാണ്. ആരാണ്? രാംകുമാർ മുഖോപാധ്യായയുടെ പ്രശസ്തമായിട്ടുള്ള ഒരു നോവലുണ്ട്, ചരൺ പ്രാന്തരേ. എന്താണ് ചരൺ പ്രാന്തരേ എന്നുള്ളത്? പ്രശസ്തമായിട്ടുള്ള ഒരു നോവലാണ്. ഇനി അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചരിത്ര പശ്ചാത്തലത്തിലുള്ള ഒരു നോവലുണ്ട്. ആരുടെ? രാംകുമാർ മുഖോപാധ്യായയുടെ ചരിത്ര പശ്ചാത്തലത്തിലുള്ള നോവലാണ് ധനപതിർ സിംഹള ജാത്ര. എന്താണ് ധനപതിർ സിംഹള യാത്ര എന്നുള്ളത് ചരിത്ര പശ്ചാത്തലത്തിലുള്ള രാംകുമാർ മുഖോപാധ്യായയുടെ നോവലാണ്. ഇനി അതുപോലെ തന്നെ മറ്റു ശ്രദ്ധേയമായ മറ്റൊരു നോവലുണ്ട്, ഭംഗാ നിഡർ ദാന. ബംഗാളി സാഹിത്യകാരനാണല്ലോ, അപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും പേരിടുക. ഇനി അതുപോലെ തന്നെ സാമൂഹിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന, ഒരുപക്ഷെ അങ്ങനെയും ചോദിക്കാം, രാംകുമാർ മുഖോപാധ്യായയുടെ കൃതിയാണ്, സാമൂഹിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന കൃതിയാണ് മികിലർ പാരെ. എന്താണ് മികിലർ പാരെ? അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കഥാസമാഹാരങ്ങളിൽ ഒന്നാണ് ദുഃഖേ കയോറ. എന്താണ് ദുഃഖേ കയോറ? അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ നോക്കിയാലോ. പ്രധാനപ്പെട്ട ഹരപാർവതി കഥ, ചരൺ പ്രാന്തരെ, ധനപതിർ സിംഹള യാത്ര, ഭംഗേ നിഡർ ദാന, മികിലർ പാരെ, ദുഃഖേ കയോറ. എന്താണ് ഒരിക്കൽ കൂടി പറഞ്ഞാൽ? ദുഃഖേ കയോറ, മികിലർ പാരെ, ഭംഗേ നിഡർ ദാന, ധനപതിർ സിംഹള യാത്ര, ചരൺ പ്രാന്തരെ, ഹരപാർവതി കഥ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കുറേയധികം വസ്തുതകള് സരസ്വതി സമ്മാനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അല്ലേ? ഇന്ത്യയുടെ നമുക്കറിയാം 16ാമത്തെ സെൻസസ് ആണ് 2027 നടത്താൻ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയത് അല്ലേ? എത്രാമത്തെ സെൻസസ് ആണ്?
പറഞ്ഞേ. 16ാമത്തെ സെൻസസ് 2027 നടത്താനാണ് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം നടത്തിയത്. അപ്പോൾ ഈ കാനേഷുകുമാരി അവസാനമായിട്ട് നടത്തിയത്, അതായത് ഇന്ത്യയുടെ 15ാമത്തെ ദേശീയ സെൻസസ് ആയിരുന്നു. ആ 15ാമത്തെ ദേശീയ സെൻസസ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുമ്പുള്ള സെൻസസിനെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ്. അത് നടത്തിയെന്നാണ് 2011 അല്ലേ? ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ 7ാമത്തെ സെൻസസ് ആയിരുന്നു അന്ന്. സ്വതന്ത്ര ഇന്ത്യയിലെ 7ാമത്തെ സെൻസസ് ആയിരുന്നു 15ാമത്തെ ദേശീയ സെൻസസ് ആയ 2011. അപ്പോൾ ഈ 2011 ദേശീയ സെൻസസിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു അറിയാമോ? നമ്മുടെ സെൻസസ് നമ്മുടെ ഭാവി എന്നുള്ളതാണ്. അവർ സെൻസസ് അവർ ഫ്യൂച്ചർ. സെൻസസ് കമ്മീഷണർ ആരായിരുന്നു 2011 സെൻസസിന്റെ? ഡോക്ടർ സി ചന്ദ്രമൗലി ആയിരുന്നു. ഡോക്ടർ സി ചന്ദ്രമൗലി. ഓർത്തിരിക്കണ ഈ വസ്തുതകളൊക്കെ. ഡോക്ടർ സി ചന്ദ്രമൗലി. അന്നത്തെ സെൻസസ് പ്രകാരം ആകെ ജനസംഖ്യ 121.02 കോടി, ഏകദേശം 1.21 ബില്യൺ ആയിരുന്നു. അന്നത്തെ സാക്ഷരതാ നിരക്ക്, ദേശീയ സാക്ഷരതാ നിരക്ക് എന്ന് പറയുന്നത് ദേശീയ ശരാശരി 74.04 ആയിരുന്നു. സ്ത്രീ പുരുഷ അനുപാതം 1000 പുരുഷന്മാർക്ക് 943 സ്ത്രീകൾ എന്നുള്ളതായിരുന്നു 2011 സെൻസസ് പ്രകാരം. അപ്പോൾ 2011 സെൻസസിന്റെ കമ്മീഷണറായിരുന്നത് ഡോക്ടർ സി ചന്ദ്രമൗലി. ഇപ്പോൾ 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഉത്തർപ്രദേശും ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള സംസ്ഥാനം സിക്കിമായിരുന്നു. എന്നാൽ 2011 കേരളത്തിലെ സ്ഥിതി വിവരങ്ങൾ എങ്ങനെയായിരുന്നു? സെൻസസ് പ്രകാരം 2011 സാക്ഷരത ഇന്ത്യയിൽ 1ാം സ്ഥാനത്തായിരുന്നു. 94% സാക്ഷരത ആയിരുന്നു. സ്ത്രീ പുരുഷ അനുപാതം 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകൾ എന്നുള്ള രീതിയിലാണ്. നമുക്കറിയാം 16ാമത് സെൻസസ് യഥാർത്ഥത്തിൽ നടപ്പിലാക്കേണ്ടിരുന്ന 2021 10 വർഷം കൂടുമ്പോൾ നടത്തേണ്ടതല്ലേ അല്ലേ? പക്ഷേ COVID-19 പാൻഡമിക് കാരണം അത് മാറ്റിവെക്കുകയായിരുന്നു. അപ്പോൾ 2027 നടത്താനായിട്ടാണ് കേന്ദ്ര സർക്കാർ 16ാമത്തെ സെൻസസ് നടത്താനായിട്ട് വിജ്ഞാപനമൊക്കെ ഇറക്കിയത്. നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരളത്തിലെ മരണാനന്തര അവയവദാതാക്കളുടെ സ്മാരകമാണ്, ഓർത്തിരിക്കണം, വേവ് ഓഫ് ലൈഫ്. എന്താണ് ഈ വേവ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്? കേരളത്തിലെ മരണാനന്തരം നമുക്കറിയാം, മസ്തിഷ്ക മരണമൊക്കെ സംഭവിച്ച് റീസെന്റ് തന്നെ ധാരാളം നമ്മൾ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. പലരുടെയും അവയവങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ദാനം ചെയ്യുന്നത് അല്ലേ? കേരളത്തിലെ മരണാനന്തര അവയവദാതാക്കളുടെ സ്മാരകമായ വേവ് ഓഫ് ലൈഫ്, ഈ വേവ് ഓഫ് ലൈഫ് സ്ഥാപിതമാകുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചിയിലാണ്. അപ്പോൾ എന്താണ് വേവ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അറിഞ്ഞിരിക്കണം. വേവ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ മരണാനന്തര അവയവദാതാക്കളുടെ സ്മാരകമാണ് വേവ് ഓഫ് ലൈഫ്. ഓക്കെ. അടുത്തത്, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് മികച്ച പരിശീലനം നൽകുന്നതിനായി രാജ്യത്താദ്യമായി പുറത്തിറക്കിയ ഓൺലൈൻ ഇലക്ഷൻ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റമാണ് ഈ വിദ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് മികച്ച പരിശീലനം നൽകുന്നതിനായി രാജ്യത്താദ്യമായി പുറത്തിറക്കിയ ഓൺലൈൻ ഇലക്ഷൻ ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റമാണ് ഈ വിദ്യ എന്ന് പറയുന്നത്. അടുത്തത്, 2027 അന്താരാഷ്ട്ര AI ഇമ്പാക്ട് ഉച്ചകോടിയുടെ വേദി, ഓർത്തിരിക്കണം, ജനീവയാണ്. 2027 അന്താരാഷ്ട്ര AI ഇമ്പാക്ട് ഉച്ചകോടിയുടെ വേദി എവിടെയാണ് 2027 നടക്കാൻ പോകുന്നത്? സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ്. സ്വിറ്റ്സർലൻഡിലെ 2ാമത്തെ വലിയ നഗരമാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നയതന്ത്ര കേന്ദ്രങ്ങളിൽ ഒന്നുമാണ് ഇത്, ജനീവ. സമാധാനത്തിന്റെ നഗരം എന്നാണ് അറിയപ്പെടാറ്. എക്സാമിന് ചോദിക്കാറ്. പക്ഷേ പീസ് ക്യാപിറ്റൽ എന്നറിയപ്പെടുന്ന നഗരം സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ്. ജനീവ തടാകത്തിന്റെ തീരത്ത് തന്നെയാണ് ജനീവ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഓർത്തിരിക്കണം. അതുപോലെ തന്നെ പല അന്താരാഷ്ട്ര സംഘടനകളുടെയും ആസ്ഥാനം കൂടിയാണ് ജനീവ എന്ന് പറയുന്നത് അല്ലേ? യുണൈറ്റഡ് നേഷൻസ്. സ്വിറ്റ്സർലൻഡിലെ ജനീവ ഐക്യരാഷ്ട്ര സഭയുടെ UN-ന്റെ യൂറോപ്യൻ ആസ്ഥാനമായ പാലേ ഡേ നാസിയോൺസ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. ഐക്യരാഷ്ട്രസഭയുടെ UN-ന്റെ യൂറോപ്യൻ ആസ്ഥാനമായ പാലേ ഡേ നാസിയോൺസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജനീവയിലാണ്. അതേപോലെ തന്നെ
ലോകാരോഗ്യ സംഘടനയുടെ ആരോഗ്യ മേഖലയിലെ ആഗോള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ആസ്ഥാനവും എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ്. അന്താരാഷ്ട്ര റെഡ് ക്രോസ് സമിതിയുടെ ആസ്ഥാനവും സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ്. മറ്റ് സംഘടനകളായ ലോക വ്യാപാര സംഘടന, WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, മുമ്പ് ഗാട്ട് എന്നറിയപ്പെട്ടിരുന്ന അന്താരാഷ്ട്ര തൊഴിൽ സംഘടന, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, വേൾഡ് എക്കണോമിക് ഫോറം തുടങ്ങിയ അന്താരാഷ്ട്ര സംഘടനകളെല്ലാം പ്രവർത്തിക്കുന്നത് എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലെ ജനീവ. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാമായിരിക്കും ജനീവ കൺവെൻഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യുദ്ധസമയത്ത് സൈനികരോടും സിവിലിയന്മാരോടും കാണിക്കേണ്ട മാനുഷിക പെരുമാറ്റത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര നിയമങ്ങളുടെ കൂട്ടമാണ്. റീസെൻ്റ്ലി ഉണ്ടായ ഇസ്രായേൽ അമേരിക്ക പോരാട്ടവും അതുപോലെ തന്നെ ഇസ്രായേൽ ഗാസ പോരാട്ടത്തിലൊക്കെ ഈ ജനീവ കൺവെൻഷനൊക്കെ ലംഘിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജനീവ കൺവെൻഷനൊക്കെ നമ്മളൊക്കെ കേട്ടല്ലേ? എന്താണ് ഈ ജനീവ കൺവെൻഷൻ? യുദ്ധസമയത്ത് സൈനികരോടും സിവിലിയന്മാരോടും കാണിക്കേണ്ട മാനുഷികമായ പെരുമാറ്റത്തെക്കുറിച്ചും അന്താരാഷ്ട്ര നിയമങ്ങളുടെ കൂട്ടമാണ് ജനീവ 1949 ഈ ജനീവ കൺവെൻഷൻ ഒപ്പുവെക്കുന്നത്. 1949 ഒപ്പുവെച്ച ഈ ജനീവ കൺവെൻഷൻ കരാറുകൾ പ്രകാരമാണ് അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന്റെ ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോയെ അടിസ്ഥാനമാക്കി കണക്കാക്കുന്നതാണ് ഏത്? ജനീവ കൺവെൻഷൻ. ഓക്കെ, ഇനി 2026 AI ഇമ്പാക്ട് ഉച്ചകോടി നടന്നത് ഇന്ത്യയിലാണെന്നറിയാം. ഫെബ്രുവരി 16 മുതൽ 20 വരെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് നടന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അടുത്തത്, ഏഷ്യയിലെ ഏറ്റവും വലിയ ടുലിപ്പ് ഗാർഡൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ശ്രീനഗറിലാണെന്നറിയാം. ഏഷ്യയിലെ ഏറ്റവും വലിയ ടുലിപ്പ് ഗാർഡൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അടുത്തത്, കൃഷിയിടത്തിന് സമീപം എത്തുന്ന വന്യജീവികളെ ശബ്ദമുണ്ടാക്കി തുരത്താൻ സംസ്ഥാന വനം വകുപ്പ് തയ്യാറാക്കിയ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സംവിധാനമാണ് ഫാം ഗാർഡ് എന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ 2028 നടക്കാനിരിക്കുന്ന വേൾഡ് ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒഡീഷയിലെ ഭുവനേശ്വറാണ് 2028 നടക്കാനിരിക്കുന്ന വേൾഡ് ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത്. അടുത്തത് ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്റ്റാണ് പീഡിയാട്രിക് റെനൽ അസസ്മെന്റ് ട്രീറ്റ്മെന്റ് ആൻഡ് ഇന്റർവെൻഷൻ ഇൻ കേരള സ്റ്റേറ്റ് എന്നുള്ളത്. അതിന് പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫോം ആണ് എക്സാമിന് ചോദിക്കാൻ. കുട്ടികളിലെ ഗുരുതര രോഗങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിനായി കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച സമഗ്ര പദ്ധതിയാണ് പീഡിയാട്രിക് റെനൽ അസസ്മെന്റ് ട്രീറ്റ്മെന്റ് ആൻഡ് ഇന്റർവെൻഷൻ ഇൻ കേരള സ്റ്റേറ്റ് എന്നുള്ള പ്രതീക്ഷ എന്നാണ് അതിൻ്റെ ചുരുക്ക പേര്. ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളിലെ ഗുരുതര രോഗങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിനായി കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി, സമഗ്ര പദ്ധതിയാണ് പ്രതീക്ഷ. പീഡിയാട്രിക്, അതിൻ്റെ പൂർണ്ണരൂപം പീഡിയാട്രിക് റെനൽ അസസ്മെന്റ് ട്രീറ്റ്മെന്റ് ആൻഡ് ഇന്റർവെൻഷൻ ഇൻ കേരള സ്റ്റേറ്റ്. ഒരിക്കൽ കൂടി, പീഡിയാട്രിക് റെനൽ അസസ്മെന്റ് ട്രീറ്റ്മെന്റ് ആൻഡ് ഇന്റർവെൻഷൻ ഇൻ കേരള സ്റ്റേറ്റ്. അപ്പോൾ കുട്ടികളിലെ പ്രതീക്ഷ, കുട്ടികളിലെ ഗുരുതര രോഗങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിനായി കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച സമഗ്ര പദ്ധതിയാണത്. അടുത്തത്, ബെസ് സാങ്കേതിക വിദ്യ. എന്താണ് ഈ ബെസ് സാങ്കേതിക വിദ്യ? ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം എന്നാണ്. ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം സാങ്കേതിക വിദ്യ വഴി, അതായത് ബെസ് സാങ്കേതിക വിദ്യ എന്നാണ് അറിയപ്പെടുന്നത്. വൈദ്യുതി വിതരണം നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ചോദിക്കും. തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ഞനമാണ്. ബെസ് സാങ്കേതിക വിദ്യ വഴി, ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം വഴി വൈദ്യുതി വിതരണം നടത്തുന്ന ഇന്ത്യയിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് ഇത് തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ഞനം. അപ്പോൾ സെറ്റല്ലേ? നമ്മൾ 2026 ഏപ്രിൽ മാസത്തെ ആനുകാലിക വിവരങ്ങളാണ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. ഇനി തൊട്ടടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂസ് ക്ലാസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇനിയുള്ള എല്ലാ തരത്തിലുള്ള എക്സാമിനും പ്രയോജനം ചെയ്യുന്നൊരു ടോപ്പിക്കാണ്. സോ കണ്ട് കേട്ട് മനസ്സിലാക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ ചാനൽ പങ്കുവെക്കണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടും. കണ്ടുമുട്ടുന്നത് വരെ ബൈ, ടേക്ക് കെയർ.